മത്താത്യാസിന്റെ അന്ത്യശാസനം. മത്താത്യാസിന്റെ മരണമടുത്തു. അവൻ പുത്രന്മാരെ വിളിച്ചു പറഞ്ഞു, അഹങ്കാരവും നിന്നയും ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഉഗ്രകോപത്തിന്റെ നാശത്തിന്റെയും നാളുകളാണിത്. അതിനാൽ എൻ്റെ മക്കളെ, നിയമത്തെ പ്രതി തീഷ്ണതയുള്ളവരായിരിക്കുവിൻ. നമ്മുടെ പിതാക്കന്മാരുടെ ഉടമ്പടിക്കായി ജീവൻ തന്നെ അർപ്പിക്കുവിൻ. തലമുറകളായി പിതാക്കന്മാർ ചെയ്ത പ്രവൃത്തികൾ ഓർക്കുവിൻ. ഉന്നത മഹത്വവും അനശ്വര കീർത്തിയും ആർജിക്കുവിൻ. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹാം വിശ്വസ്തനായി കാണപ്പെട്ടില്ലേ? അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടുവല്ലോ. കഷ്ടതയുടെ കാലത്ത് ജോസഫ് കൽപ്പനകൾ പാലിക്കുകയും ഈജിപ്തിൻ്റെ അധികാരിയായി ഉയരുകയും ചെയ്തു. നമ്മുടെ പിതാവ് ഫിനെഹാസ് തീഷ്ണത നിറഞ്ഞവനാകിയാൽ ശാശ്വതമായ പൗരോഹിത്യത്തിൻ്റെ ഉടമ്പടിക്ക് അർഹനായി. കൽപ്പന നിറവേറ്റിയതിനാൽ ജോഷുവ ഇസ്രായേലിലെ ന്യായാധിപനായി. സഭയിൽ സാക്ഷ്യം നൽകിയ കാലബിന് ദേശത്ത് അവകാശം ലഭിച്ചു. ദയാലുവായ ദാവീദ് സിംഹാസനത്തിന് ശാശ്വത അവകാശിയായി. നിയമത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ജ്വലിച്ച ഏലിയ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ഹനനിയായും അസറിയായും മിഷായേലും വിശ്വാസനിമിത്തം അഗ്നിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. ദാനിയേൽ തന്റെ നിഷ്കളങ്കതയാൽ സിംഹവക്രത്തിൽ നിന്ന് രക്ഷ നേടി. തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുവിൻ. പാപിയുടെ വാക്കുകളെ ഭയപ്പെടേണ്ട. അവൻ്റെ പ്രതാപം ചാണകവും പുഴുക്കളുമായി മാറും. ഇന്ന് അവൻ പ്രകീർത്തിക്കപ്പെടുന്നു, നാളെ അവനെ കാണുകയില്ല. അവൻ പൊടിയിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. അവൻ്റെ പദ്ധതികൾ തകർന്നടിഞ്ഞു. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ. നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ. അതുവഴി നിങ്ങൾക്ക് ബഹുമതി ലഭിക്കും. നിങ്ങളുടെ സഹോദരനായ ശിമയോൻ ഉപദേശം നൽകുന്നതിൽ വിജ്ഞനാണ്. അവനെ സദാ അനുസരിക്കുവിൻ. അവൻ നിങ്ങൾക്ക് പിതാവായിരിക്കും. യൂദാസ് മക്കബെയൂസ് യൗവനം മുതലേ ശക്തനായ യോദ്ധാവാണ്. അവൻ നിങ്ങളുടെ സൈന്യത്തെ നയിച്ച് ജനതകൾക്കെതിരെ യുദ്ധം ചെയ്യും. നിയമം അനുഷ്ഠിക്കുന്നവരായി നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരെയും കൂട്ടി നിങ്ങളുടെ ജനത്തോട് ചെയ്യപ്പെട്ട ദ്രോഹത്തിന് പ്രതികാരം ചെയ്യണം. വിജാതിയർക്ക് തക്ക തിരിച്ചടി നൽകുവിൻ. നിയമം പാലിക്കുകയും ചെയ്യുവിൻ. അനന്തരം അവൻ അവരെ അനുഗ്രഹിച്ചു. അവൻ പിതാക്കന്മാരോട് ചേർന്നു. 146 വർഷം അവൻ മരിച്ചു. മൊദയിനിൽ പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ അവനെ സംസ്കരിച്ചു. ഇസ്രായേൽ മുഴുവൻ വലിയ വിലാപത്തോടെ അവനെ പ്രതി ദുഃഖം ആചരിച്ചു. 1 മക്കബായർ അധ്യായം 3. യൂദാസ് മക്കബെയൂസ്. മത്താത്യാസിൻ്റെ പുത്രൻ മക്കബെയൂസ് എന്ന യൂദാസ് നേതൃത്വം ഏറ്റെടുത്തു. സഹോദരന്മാരും പിതാവിൻ്റെ പക്ഷം ചേർന്ന് നിന്നവരും അവനെ സഹായിച്ചു. അവർ ഉത്സാഹത്തോടെ ഇസ്രായേലിന് വേണ്ടി പോരാടി. അവൻ സ്വജനത്തിൻ്റെ കീർത്തി പരത്തി. മല്ലനെ പോലെ മാർക്കവചം ധരിച്ചു. ആയുധമേന്തി അവൻ യുദ്ധം ചെയ്തു. വാൾ കൊണ്ട് സൈന്യത്തിന് സംരക്ഷണം നൽകി. പ്രവർത്തനങ്ങളിൽ അവന് സിംഹത്തെ പോലെയായിരുന്നു. ഇരയ്ക്കായി അലറുന്ന ഒരു സിംഹക്കുട്ടിയെ പോലെ. അധർമ്മികളെ അവൻ തെരഞ്ഞു പിടിച്ചു. ജനദ്രോഹികളെ അഗ്നിക്കിരയാക്കി. ദുർമാർഗികൾ ഭയന്ന് പിന്മാറി. ദുർവൃത്തർ പരിഭ്രാന്തരായി. അവൻ്റെ കീഴിൽ വിമോചനത്തിൻ്റെ മാർഗം തെളിഞ്ഞു. പല രാജാക്കന്മാരെയും അവൻ പ്രകോപിപ്പിച്ചു. എന്നാൽ യാക്കോബ് അവൻ്റെ പ്രവൃത്തികളിൽ സന്തുഷ്ടനായി. അവൻ്റെ സ്മരണ എന്നെന്നും അനുഗ്രഹീതമാണ്. യൂദായിലെ നഗരങ്ങളിലൂടെ അവൻ ചുറ്റി സഞ്ചരിച്ചു. ദൈവനിഷേധകരെ ഉന്മൂലനം ചെയ്തു. ഇസ്രായേലിൽ നിന്ന് ക്രോധമകറ്റി. ഭൂമിയുടെ അതിർത്തികൾ വരെ അവൻ്റെ കീർത്തി വ്യാപിച്ചു. നശിച്ചുകൊണ്ടിരുന്നവരെ അവൻ ഒരുമിച്ച് കൂട്ടി. യൂദാസിൻ്റെ ആദ്യ വിജയം. അപ്പൊളോണിയൂസ് വിജാതീയരെയും സമറിയായിൽ നിന്ന് വലിയൊരു സൈന്യത്തെയും ശേഖരിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധത്തിനൊരുങ്ങി. ഇതറിഞ്ഞ യൂദാസ് അവനെതിരെ ചെന്ന് അവനെ തോൽപ്പിച്ച് വധിച്ചു. വളരെ പേർ മുറിവേറ്റ് വീണു. ശേഷിച്ചവർ പലായനം ചെയ്തു. എതിരാളികളെ അവർ കൊള്ളയടിച്ചു. അപ്പൊളോണിയൂസിൻ്റെ വാൾ യൂദാസ് കൈക്കലാക്കി. മരണം വരെ അത് യുദ്ധത്തിനുപയോഗിച്ചു. വിശ്വസ്തരും യുദ്ധസന്നദ്ധരുമായ അനുയായികളുടെ ഒരു വലിയ സൈന്യത്തെ യൂദാസ് ശേഖരിച്ചിരിക്കുന്നുവെന്ന് കേട്ട് സിറിയ സൈന്യത്തിൻ്റെ അധിപനായ സെറോൻ പറഞ്ഞു, ഞാൻ ഈ രാജ്യത്ത് പേരും പെരുമയും നേടും. രാജകൽപ്പന അവഹേളിക്കുന്ന യൂദാസിനും കൂട്ടർക്കുമെതിരെ ഞാൻ പൊരുതും. ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുന്നതിൽ അവനെ സഹായിക്കാൻ ദൈവനിഷേധകരുടെ ഒരു പ്രബല സൈന്യം അവനോടൊപ്പം പുറപ്പെട്ടു. അവൻ ബത്ത്ഹോറോൺ ചുരത്തോടടുത്തപ്പോൾ യൂദാസ് ഒരു ചെറിയ സംഘത്തോടു കൂടി അവനെതിരെ ചെന്നു. എതിരെ വരുന്ന സൈന്യത്തെ കണ്ടപ്പോൾ കൂടെയുള്ളവർ യൂദാസിനോട് പറഞ്ഞു, ഇത്ര ബൃഹത്തും ശക്തവുമായൊരു സൈന്യത്തോട്
എണ്ണത്തിൽ വളരെ കുറച്ചു പേർ മാത്രമുള്ള നമുക്ക് എങ്ങനെ പൊരുതാൻ കഴിയും? ഇന്ന് ഒന്നും ഭക്ഷിച്ചിട്ടില്ലാത്ത നമ്മൾ തളർന്നിരിക്കുന്നു. അവൻ പറഞ്ഞു, അനേകം പേരെ എളുപ്പത്തിൽ ഉപരോധിക്കാൻ കുറച്ചു പേർക്ക് കഴിയും. കാരണം രക്ഷ നൽകാൻ ഉപയോഗിക്കുന്ന സൈന്യം വലുതോ ചെറുതോ എന്നത് ദൈവദൃഷ്ടിയിൽ അപ്രധാനമാണ്. സൈന്യത്തിൻ്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം. ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നമ്മെയും നമ്മുടെ ഭാര്യമാരെയും മക്കളെയും നശിപ്പിക്കാനും കൊള്ളയടിക്കാനുമായി അധർമ്മികളായ അവർ അഹങ്കാരപൂർവ്വം നമുക്കെതിരെ വരുന്നു. നാം യുദ്ധം ചെയ്യുന്നത് നമ്മുടെ ജീവനും നിയമത്തിനും വേണ്ടിയാണ്. കർത്താവ് തന്നെ നമ്മുടെ മുൻപിൽ വെച്ച് അവരെ നിലംപരിശാക്കും. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. ഇത് പറഞ്ഞിട്ട് അവൻ മിന്നലാക്രമണം നടത്തി. സെറോനും സൈന്യവും പരാജയപ്പെട്ടു. അവൻ അവരെ ബദ്ഹറോൻ ചുരത്തിലൂടെ സമതലം വരെ പിന്തുടർന്നു. ശത്രുക്കളിൽ 800 പേർ കൊല്ലപ്പെട്ടു. ശേഷിച്ചവർ ഫിലിസ്ത്യരുടെ നാട്ടിലേക്ക് പലായനം ചെയ്തു. അന്നു മുതൽ യൂദാസിനെയും സഹോദരന്മാരെയും കുറിച്ചുള്ള ഭയം വ്യാപിച്ചു. ചുറ്റുമുള്ള വിജാതിയർ പരിഭ്രാന്തരായി. അവൻ്റെ കീർത്തി രാജസന്നിധിയിലെത്തി. യൂദാസിൻ്റെ യുദ്ധങ്ങൾ വിജാതിയർക്ക് സംസാര വിഷയമായി. അന്തിയോക്കസ് യുദ്ധത്തിനൊരുങ്ങുന്നു. വിവരങ്ങളറിഞ്ഞ അന്തിയോക്കസ് രാജാവ് കോപാക്രാന്തനായി. അവൻ രാജ്യമൊട്ടാകെ ഉണ്ടായിരുന്ന സൈന്യത്തെ വിളിച്ചുകൂട്ടി. അതൊരു സുശക്തമായ സേനയായിരുന്നു. അവൻ ഭണ്ഡാരത്തിൽ നിന്ന് സേനകൾക്ക് 1 വർഷത്തെ ശമ്പളം നൽകുകയും ഏത് പ്രതിസന്ധിയും നേരിടുന്നതിന് തയ്യാറായിരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. താമസമെന്നിയെ ഭണ്ഡാരം ശൂന്യമായെന്നും പുരാതന കാലം മുതലേ നിലവിലിരുന്ന നിയമങ്ങൾ നീക്കിക്കളഞ്ഞതുമൂലം നാട്ടിലുളവായ ഭിന്നിപ്പും കലാപവും രാജ്യത്തിൻ്റെ വരുമാനത്തെ സാരമായി ബാധിച്ചുവെന്നും അവൻ മനസ്സിലാക്കി. ഇനി മുതൽ സ്വന്തം ചെലവുകൾക്കും മുൻ രാജാക്കന്മാരെക്കാൾ ഉദാരമായി താൻ നൽകാറുള്ള ദാനങ്ങൾക്കും സമ്മാനങ്ങൾക്കും വേണ്ടത്ര ധനശേഖരം ഉണ്ടായിരിക്കുകയില്ലെന്ന് അവൻ ഭയപ്പെട്ടു. അസ്വസ്ഥനായ അവൻ പേർഷ്യയിൽ പോയി നികുതി പിരിച്ച് വലിയൊരു സംഖ്യ ശേഖരിക്കാൻ തീരുമാനിച്ചു. പ്രഗത്ഭനും രാജവംശജനുമായ ലിസ്യാസിനെ യൂഫ്രട്ടീസ് നദി മുതൽ ഈജിപ്തിൻ്റെ അതിർത്തി വരെയുള്ള പ്രദേശത്തെ ഭരണകാര്യങ്ങൾ ഏൽപ്പിച്ചു. മടങ്ങി വരുന്നത് വരെ അവൻ്റെ മകൻ അന്ത്യോക്കേസിനെ സംരക്ഷിക്കാനും ലിസ്യാസിനെ ചുമതലപ്പെടുത്തിയിരുന്നു. ഭടന്മാരിലും ആനകളിലും പകുതി അവനെ ഏൽപ്പിച്ചു. ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങളും നൽകി. യൂദായിലെയും ജെറുസലേമിലെയും നിവാസികളെ സംബന്ധിച്ചുള്ള നിർദ്ദേശം ഇതായിരുന്നു: സൈന്യത്തെ അയച്ച് ഇസ്രായേലിനെയും ജെറുസലേമിൽ അവശേഷിച്ചവരെയും നിശേഷം നശിപ്പിച്ച് നാട്ടിൽ അവരുടെ സ്മരണ പോലും ഇല്ലാതാക്കുക. അവരുടെ പ്രദേശങ്ങളിലെല്ലാം വിദേശീയരെ വസിപ്പിച്ച് നാട് വിഭജിച്ചു കൊടുക്കുക. പകുതി സൈന്യവുമായി 147 വർഷം രാജാവ് തലസ്ഥാനമായ അന്ത്യോക്യയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. യൂഫ്രട്ടീസ് നദി കടന്ന് ഉത്തരപ്രദേശങ്ങളിലൂടെ അവൻ മുന്നേറി. ഗോർജിയാസും നിക്കാനോറും. രാജാവിൻ്റെ സ്നേഹിതന്മാരിൽ ശക്തന്മാരായ ദോറിമേനസിൻ്റെ പുത്രൻ ടോളമി, നിക്കാനോർ, ഗോർജിയാസ് എന്നിവരെ ലിസിയാസ് തിരഞ്ഞെടുത്തു. അവരെ രാജകൽപ്പന പ്രകാരം യൂദാദേശം നശിപ്പിക്കാൻ 40,000 പേരുടെ കാലാൾപ്പടയോടും 7,000 പേരുടെ കുതിരപ്പടയോടും കൂടി അങ്ങോട്ടയച്ചു. അവർ സൈന്യം മുഴുവനോടും കൂടി പുറപ്പെട്ടു. എമ്മാവുസിന് സമീപമുള്ള സമതലത്തിൽ അവർ പാളയമടിച്ചു. ആ പ്രദേശത്തെ വ്യാപാരികൾ അവരെക്കുറിച്ച് പറയപ്പെട്ടിരുന്നത് കേട്ട് ഇസ്രായേലിനെ അടിമകളായി വാങ്ങാൻ ധാരാളം വെള്ളിയും സ്വർണവും ഒപ്പം ചങ്ങലകളുമായി പാളയത്തിലേക്ക് ചെന്നു. സിറിയായിലും ഫിലിസ്തീനയുടെ നാട്ടിലും നിന്നുള്ള സൈന്യങ്ങളും അവരോട് കൂടെ ചേർന്നു. ആപത്ത് വർദ്ധിച്ചിരിക്കുന്നതായും ശത്രു സൈന്യം രാജ്യത്ത് പാളയമടിച്ചിരിക്കുന്നതായും യൂദാസും സഹോദരന്മാരും അറിഞ്ഞു. ജനങ്ങളെ നിശേഷം നശിപ്പിക്കാൻ രാജാവ് നൽകിയ കൽപ്പനയെക്കുറിച്ചും അവർ കേട്ടു. അവർ പരസ്പരം പറഞ്ഞു, നമ്മുടെ ജനത്തെ നാശത്തിൽ നിന്ന് നമുക്ക് പുനരുദ്ധരിക്കാം. ജനത്തിനും വിശുദ്ധ സ്ഥലത്തിനും വേണ്ടി പൊരുതാം. യുദ്ധത്തിന് തയ്യാറാകാനും കാരുണ്യവും അനുകമ്പവും യാചിക്കാനുമായി ജനം സമ്മേളിച്ചു. ജെറുസലേം മരുഭൂമി പോലെ വിജനമായി കിടക്കുന്നു. അവളുടെ മക്കളിൽ ആരും അകത്തു കടക്കുകയോ പുറത്തു പോവുകയോ ചെയ്യുന്നില്ല. വിശുദ്ധ സ്ഥലം ചവിട്ടി മെതിക്കപ്പെട്ടിരിക്കുന്നു. വിദേശീയർ കോട്ട കൈയടക്കിയിരിക്കുന്നു. വിജാതിയർക്ക് അത് താവളമായി തീർന്നിരിക്കുന്നു. യാക്കോബിൽ നിന്ന് സന്തോഷം പോയി മറഞ്ഞു. കുഴലും വീണയും നിശിതമായിരിക്കുന്നു. മിസ്പായിലെ സമ്മേളനം. അവർ ഒരുമിച്ച് ജെറുസലേമിനെതിരെയുള്ള മിസ്പായിലേക്ക് പോയി. അവിടെ പൂർവ്വകാലത്ത് ഇസ്രായേലിന് ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടായിരുന്നു.
അന്ന് അവർ വസ്ത്രങ്ങൾ കീറി ചാക്കൊടുത്ത് തലയിൽ ചാരം പൂശി ഉപവസിച്ചു. കാര്യങ്ങൾ അറിയാൻ വിജാതിയർ ദൈവവിഗ്രഹങ്ങളോട് ആരാഞ്ഞിരുന്നതുപോലെ അവർ നിയമഗ്രന്ഥം പരിശോധിച്ചു. അവർ പുരോഹിത വസ്ത്രങ്ങളും ആദ്യഫലങ്ങളും ദശാംശങ്ങളും കൊണ്ടുവരികയും വ്രതം പൂർത്തിയാക്കിയ നാസിരിയരെ വിളിച്ചു കൂട്ടുകയും ചെയ്തു. അനന്തരം അവർ സ്വർഗത്തിലേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇവരെ ഞങ്ങൾ എന്തു ചെയ്യും? ഇവരെ എങ്ങോട്ട് കൊണ്ടുപോകും? അവിടുത്തെ വിശുദ്ധ സ്ഥലം ചവിട്ടി അശുദ്ധമാക്കിയിരിക്കുന്നു. അപമാനിതരായ പുരോഹിതന്മാർ വിലപിക്കുന്നു. ഞങ്ങളെ നശിപ്പിക്കാൻ വിജാതിയർ ഒത്തുചേരുന്നു. അവരുടെ ഗൂഢാലോചനകൾ അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയുടെ സഹായമില്ലെങ്കിൽ അവരെ ചെറുത്തു നിൽക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും? അനന്തരം അവർ കാഹളമൂതി വലിയൊരു നിലവിളി ഉയർന്നു. തുടർന്ന് യൂദാസ് ജനങ്ങൾക്ക് നേതാക്കന്മാരെ നിയോഗിച്ചു. 1000, 100, 50, 10 ഇങ്ങനെ വേർതിരിച്ച വിവിധ വ്യൂഹങ്ങളുടെ ആധിപത്യം അവരെ ഏൽപ്പിച്ചു. വീട് പണിയുന്നവരോ, വിവാഹ വാഗ്ദാനം ചെയ്തവരോ, മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നവരോ, ഭീരുക്കളോ ആയ എല്ലാവരും നിയമമനുസരിച്ച് വീടുകളിലേക്ക് മടങ്ങാൻ അവൻ ആജ്ഞാപിച്ചു. അതിനുശേഷം സൈന്യം പുറപ്പെട്ട് എമ്മാവൂസിന്റെ തെക്കുഭാഗത്തെത്തി പാളയമടിച്ചു. യൂദാസ് പറഞ്ഞു, അരമുറുക്കി ധീരരായി നിൽക്കുവിൻ. നമ്മെയും നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും നശിപ്പിക്കാൻ ഒത്തുകൂടിയിരിക്കുന്ന ഈ വിജാതിയരോട് യുദ്ധം ചെയ്യാൻ അതിരാവിലെ ഒരുങ്ങി നിൽക്കുവിൻ. നമ്മുടെ ജനത്തിൻ്റെയും വിശുദ്ധ സ്ഥലത്തിൻ്റെയും ദുസ്ഥിതി കാണുന്നതിനേക്കാൾ യുദ്ധത്തിൽ മരിക്കുകയാണ് നല്ലത്. ദൈവഹിതം നിറവേറട്ടെ. ഗോർജിയാസിൻ്റെ മേൽ വിജയം. യഹൂദരുടെ പാളയത്തിൽ മിന്നലാക്രമണം നടത്തുന്നതിന് ഗോർജിയാസ് 5000 ഭടന്മാരെയും മികച്ച 1000 കുതിരപ്പടയാളികളെയും കൂട്ടി രാത്രിയിൽ പുറപ്പെട്ടു. കോട്ടയിൽ താമസിച്ചിരുന്നവരാണ് അവന് വഴികാട്ടിയത്. യൂദാസ് ഇതറിഞ്ഞ് തൻ്റെ ശക്തരായ സഹചരന്മാരോടുകൂടി എമ്മാവൂസിലുള്ള രാജസൈന്യത്തെ ആക്രമിക്കാൻ പുറപ്പെട്ടു. സൈന്യം അപ്പോൾ പാളയത്തിൽ ഉണ്ടായിരുന്നില്ല. ഗോർജിയാസ് രാത്രി യൂദാസിൻ്റെ പാളയത്തിലെത്തിയപ്പോൾ ആരെയും കണ്ടില്ല. അവർ ഓടി രക്ഷപ്പെടുകയാണ് എന്ന് പറഞ്ഞ് അവൻ അവരെ തെരഞ്ഞ് മലകളിലേക്ക് പോയി. പ്രഭാതമായപ്പോൾ യൂദാസ് 3000 പേരോടുകൂടി സമതലത്തിലെത്തി. ആവശ്യത്തിന് വാളും പരിചയും അവർക്ക് ഉണ്ടായിരുന്നില്ല. വിജാതിയരുടെ പാളയം കോട്ടകളാൽ സുരക്ഷിതവും കുതിരപ്പടയാൽ വലയിതവുമാണെന്ന് അവർ കണ്ടു. പടയാളികൾ യുദ്ധപരിശീലനം നേടിയവരുമായിരുന്നു. യൂദാസ് അനുചരന്മാരോട് പറഞ്ഞു, അവരുടെ എണ്ണം കണ്ട് പരിഭ്രമിക്കേണ്ട. അവർ ആക്രമിക്കുമ്പോൾ ഭയപ്പെടുകയുമരുത്. സൈന്യസമേതം അനുധാവനം ചെയ്ത ഫറവോയിൽ നിന്ന് ചെങ്കടലിൽ വെച്ച് നമ്മുടെ പിതാക്കന്മാർ രക്ഷിക്കപ്പെട്ടതെങ്ങനെയെന്ന് ഓർക്കുവിൻ. അവിടുന്ന് നമ്മിൽ പ്രസാദിച്ച് നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും നമ്മെ ആക്രമിക്കുന്ന ഈ സൈന്യത്തെ ഇന്ന് നശിപ്പിക്കുകയും ചെയ്യേണ്ടതിന് നമുക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. ഇസ്രായേലിനെ രക്ഷിക്കുന്ന ഒരു വിമോചകനുണ്ടെന്ന് വിജാതിയർ അപ്പോൾ അറിയും. വിദേശീയർ തല ഉയർത്തി നോക്കിയപ്പോൾ യഹൂദ സൈന്യം എതിരെ വരുന്നത് കണ്ടു. അവർ യുദ്ധസന്നദ്ധരായി പാളയത്തിൽ നിന്ന് പുറത്തു വന്നു. യൂദാസിൻ്റെ ആളുകൾ കാഹളം മുഴക്കി. യുദ്ധം ആരംഭിച്ചു. വിജാതിയർ പരാജിതരായി സമതലത്തിലേക്ക് പലായനം ചെയ്തു. പിൻനിരയിലുണ്ടായിരുന്നവരെ വാളിനിരയാക്കിക്കൊണ്ട് യൂദാ സൈന്യം ശത്രുക്കളെ ഗസാറ, ഇദുമയ സമതലം, അസോത്തൂസ്, യംനിയ എന്നിവിടങ്ങൾ വരെ പിന്തുടർന്ന് 3000-ഓളം പേരെ വധിച്ചു. അനന്തരം യൂദാസും പടയാളികളും മടങ്ങിപ്പോന്നു. യൂദാസ് ജനത്തോട് പറഞ്ഞു, നിങ്ങൾ കൊള്ളവസ്തുക്കളെ മോഹിക്കരുത്. നമുക്ക് ഇനിയും യുദ്ധം ചെയ്യാനുണ്ട്. ഗോർജിയാസും സൈന്യവും മലകളിൽ അടുത്തു തന്നെയുണ്ട്. ഇപ്പോൾ ശത്രുക്കളെ ചെറുത്തു തോൽപ്പിക്കുവിൻ. പിന്നീട് കൊള്ള മുതൽ യഥേഷ്ടം കൈക്കലാക്കാം. യൂദാസ് ഇത് പറഞ്ഞ് തീരുന്നതിന് മുൻപ് തന്നെ മലകളിൽ നിന്ന് ഒരു പടനീക്കം കാണാറായി. തങ്ങളുടെ സൈന്യത്തെ യഹൂദർ തുരത്തിയെന്നും പാളയത്തിന് തീ വെച്ചുവെന്നും അവർ മനസ്സിലാക്കി. ഉയർന്നുകൊണ്ടിരുന്ന പുക ഇതിന് തെളിവായിരുന്നു. സംഭവം മനസ്സിലാക്കിയപ്പോൾ ഭയവിഹ്വലരായ അവർ യൂദാസിൻ്റെ സൈന്യം സമതലത്തിൽ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നത് കണ്ട് ഫിലിസ്ത്യരുടെ നാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അനന്തരം യൂദാസും കൂട്ടരും ശത്രുപാളയം കൊള്ളയടിക്കാൻ മടങ്ങി വന്നു. ധാരാളം സ്വർണവും വെള്ളിയും നീലധൂമ്ര വർണ്ണങ്ങളിലുള്ള വസ്ത്രങ്ങളും
വിലയേറിയ മറ്റു സാധനങ്ങളും അവർക്ക് ലഭിച്ചു. മടങ്ങിപ്പോരും വഴി അവർ ദൈവത്തിന് സ്തുതികളും കീർത്തനങ്ങളും പാടി. എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അങ്ങനെ ഇസ്രായേലിന് അന്ന് വലിയൊരു വിമോചനം കൈവന്നു. ലിസിയാസിൻ്റെ ആക്രമണം. വിദേശീയരിൽ രക്ഷപ്പെട്ടവർ ലിസിയാസിൻ്റെ അടുക്കൽ ചെന്ന് സംഭവിച്ചതെല്ലാം അറിയിച്ചു. അവൻ പരിഭ്രാന്തനും നഷ്ടധൈര്യനുമായി. കാരണം താൻ ഉദ്ദേശിച്ചതുപോലെ ഇസ്രായേലിനെ തോൽപ്പിക്കുന്നതിനോ രാജാവ് തന്നോട് കൽപ്പിച്ച പ്രകാരം കാര്യങ്ങൾ നടത്തുന്നതിനോ അവന് സാധിച്ചില്ല. എന്നാൽ അടുത്ത വർഷം യഹൂദരെ കീഴ്പ്പെടുത്താൻ 60,000 ധീരയോദ്ധാക്കളെയും 5,000 കുതിരപ്പടയാളികളെയും അവൻ സജ്ജമാക്കി. അവർ ഇദുമയായിലെ ബത്സൂരിലെത്തി പാളയമടിച്ചു. യൂദാസ് 10,000 പേരോടുകൂടി അവരെ നേരിട്ടു. ശത്രുസൈന്യം ശക്തമാണെന്ന് കണ്ട് അവൻ പ്രാർത്ഥിച്ചു. ഇസ്രായേലിൻ്റെ രക്ഷക, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ദാസനായ ദാവീദിൻ്റെ കരത്താൽ ശക്തനായ പോരാളിയുടെ ആക്രമണം തകർക്കുകയും സാവൂളിൻ്റെ പുത്രനായ ജോനാഥൻ്റെയും അവൻ്റെ ആയുധവാഹകൻ്റെയും കരങ്ങളിൽ അങ്ങ് ഫിലിസ്ത്യരുടെ പാളയം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തല്ലോ. അതുപോലെ അങ്ങയുടെ ജനമായ ഇസ്രായേലിൻ്റെ കൈകളിൽ ഈ സൈന്യത്തെ ഏൽപ്പിച്ചു തരണമേ. അവർ തങ്ങളുടെ പട്ടാളത്തെയും കുതിരപ്പടയെയും കുറിച്ച് ലജ്ജിതരാകട്ടെ. ഭീരുത്വം കൊണ്ട് അവരെ നിറയ്ക്കണമേ. അവരുടെ ആത്മധൈര്യത്തെ കെടുത്തിക്കളയണമേ.